ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോർത്ത് സെമസ്റ്റർ BSc കോംപ്ലിമെന്ററി കോഴ്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇയർ ഏപ്രിൽ 2024 ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് നമ്മൾ സെക്ഷൻ എയും സെക്ഷൻ ബിയും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ഷൻ സി ആണ്. സെക്ഷൻ സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അഥവാ 20th ക്വസ്റ്റ്യൻ നമ്മുടെ essay ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? സോൾവ് ദി ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം y ഡബിൾ ഡാഷ് പ്ലസ് 4y ഡാഷ് പ്ലസ് 6y ഈക്വൽ ടു 1 പ്ലസ് e റൈസ് ടു മൈനസ് t, y of 0 ഈക്വൽ ടു 0, y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 0 യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്ത് പറഞ്ഞത് ഇത് സോൾവ് ചെയ്യാൻ പറഞ്ഞില്ല. തൊട്ട് മുമ്പ് നമ്മൾ ലീനിയർ ഡിഫറൻസ് ഇക്വേഷനും ഊളർ കോഷി ഇക്വേഷൻ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്തിരുന്നു അല്ലെ. പർട്ടിക്കുലർ സൊല്യൂഷൻ ഒക്കെ ഉപയോഗിച്ച് റോൺസ്കെയിൽ ഒക്കെ ഉപയോഗിച്ച് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞത് ഇത് സോൾവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ തന്ന ക്വസ്റ്റ്യൻ ആദ്യം എടുത്ത് എഴുതി. എന്താണ് തന്ന ക്വസ്റ്റ്യന്? y ഡബിൾ ഡാഷ് പ്ലസ് 4y ഡാഷ് പ്ലസ് 6y ഈക്വൽ ടു 1 പ്ലസ് e റൈസ് ടു മൈനസ് t. ഇനി എന്ത് ചെയ്യാ? ഇതിന് ടേക്ക് ചെയ്യാം. ഏത് ലാപ്ലേസ് ട്രാൻസ്ഫോം ത്രൂ ഔട്ട് അപ്ലൈ ചെയ്യാം. ടേക്കിംഗ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ അല്ലെ. അപ്പൊ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ എന്ത് ചെയ്യാ എടുക്കുക. ഏത് ബോത്ത് സൈഡ്, ഒരു സൈഡിൽ മാത്രമല്ല രണ്ട് സൈഡിലും അപ്ലൈ ചെയ്യാം. അപ്പൊ എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് പ്ലസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തെടുത്തു, എൽ ഓഫ് വൈ ഡാഷ് പ്ലസ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തെടുത്തു, എൽ ഓഫ് വൈ ഈക്വൽ ടു എൽ ലീനിയർ ആണ് അതുകൊണ്ട് എൽ ഓഫ് 1 പ്ലസ് ആക്കി അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, എൽ ഓഫ് ഇ റൈസ് ടു മൈനസ് ടി. ഇനി എൽ ഓഫ് വൈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ അറിയാം. എക്സ് സ്ക്വയർ ഇൻറ്റു അല്ലെ എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് എസ് ഇൻറ്റു വൈ ഓഫ് 0 മൈനസ് വൈ ഡാഷ് ഓഫ് 0 പ്ലസ് 4 ഇൻറ്റു ഇനി എൽ ഓഫ് വൈ ഡാഷ് എന്ന് പറയുമ്പോൾ എന്താ എസ് ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് വൈ ഓഫ് 0 ആണ് പ്ലസ് 6 ഇൻറ്റു എൽ ഓഫ് വൈ ഈക്വൽ ടു എൽ ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 ബൈ എസ് ആണ് പ്ലസ് എൽ ഓഫ് ഇ റൈസ് ടു മൈനസ് ടി എന്ന് പറഞ്ഞാൽ 1 ബൈ എസ് പ്ലസ് 1 ആണ്. നമുക്കറിയാം y ഓഫ് 0 എത്രയാണ്? 0 ആണ്. y ഡാഷ് ഓഫ് 0 എത്രയാണ്? 0 ആണ്. അപ്പൊ എങ്ങനെ എഴുതാം അല്ലെ? എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് എസ് ഇൻറ്റു 0 മൈനസ് 0 പ്ലസ് 4 ഇൻറ്റു എസ് ഇൻറ്റു എൽ ഓഫ് വൈ മൈനസ് 0 പ്ലസ് 6 ഇൻറ്റു എൽ ഓഫ് വൈ ഈക്വൽ ടു 1 ബൈ എസ് പ്ലസ് 1 ബൈ എസ് പ്ലസ് 1. അപ്പൊ എന്ത് കിട്ടി? എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ പ്ലസ് എന്ന് മൾട്ടിപ്പിൾ ചെയ്യാം 4s ഇൻറ്റു എൽ ഓഫ് വൈ പ്ലസ് 6 ഇൻറ്റു എൽ ഓഫ് വൈ. ഇത് വേണമെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ എസ് പ്ലസ് 1 അല്ലെ പ്ലസ് എസ് ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1. ഇവിടെ ത്രൂ ഔട്ട് ആരുണ്ട്? എൽ ഓഫ് വൈ ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പൊ എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 6 ഈക്വൽ ടു ഇവിടെ എന്തായി 2s പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1. നമുക്കറിയാം ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അല്ലെ. അഡീഷൻ ചെയ്താലും മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും ഒരു പെർഫെക്റ്റ് റൂട്ടുകളിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് അത് അതേപോലെ എടുത്ത് എഴുതി എൽ ഓഫ് വൈ ഇതിന് ഈക്വൽ ടുന്റെ എന്ത് ചെയ്യുക അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ 2s പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 6 എന്ന രീതിയിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് എൽ ഓഫ് വൈ ഈക്വൽ ടു എന്ന രീതിയിലേക്ക് വന്നു. ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ് 2s പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 6. ഇതിനെ നമുക്ക് ഇനി മാറ്റി എഴുതാൻ പോവാണ് എ ബൈ എസ് അല്ലെ. ലീനിയർ ആക്കി സ്പ്ലിറ്റ് ചെയ്തു പാർഷ്യൽ ചെയ്തു പ്ലസ് 1 പ്ലസ് ഇവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പോ ബി കഴിഞ്ഞപ്പോ ഇനി സി പ്ലസ് ഡി ആക്കി മാറ്റി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആകുമ്പോൾ എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 6. ഇനി ഇതിലെ എയും ബിയും സിയും ഡിയും എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മളവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 2s പ്ലസ് 1 ആകുമ്പോൾ എ ഇൻറ്റു എന്തായി എസ് പ്ലസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 6 പ്ലസ് ബി എസ് ഇൻറ്റു ആരായി മാറി അല്ലെ എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 6 പ്ലസ് സി എസ് പ്ലസ് ഡി ഇൻറ്റു ബാക്കി ആരുണ്ടാവുള്ളൂ അല്ലെ എസ് ഇൻറ്റു എസ് പ്ലസ് 1 എന്ന രീതിയിൽ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഇതിന്റെ ഓരോ വാല്യൂ കണ്ടെത്തണം അല്ലെ എ ബി സി ഡി. അപ്പൊ ഞാൻ ആദ്യം എസിന് 0 കൊടുത്താൽ ഇവിടെ 1 ആണ്.
ഇവിടെ എന്തായി? ഇത് ഇവിടെ s ന്റെ 0 ആയി, ഇവിടെ s ന്റെ 0 ആയി, ഇവിടെ s ന്റെ ആയതുകൊണ്ട് ഇത് മൊത്തം 0 ആയി. അപ്പൊ ബാക്കി a ടേം മാത്രമേ അവിടെ നിൽക്കുള്ളൂ. a into 0 plus 1 into 0 plus 4 into 0 plus 6. 1 equal to a into 1 into 6. അപ്പൊ എന്തായി? a equal to 1 by 6 ആയി. ഇനി അതേപോലെ ഞാൻ s equal to -1 കൊടുത്തു. അപ്പൊ 2 into -1 plus 1 equal to, അപ്പൊ ഇത് 0 ആയി മാറി, ഇവിടെയും 0 ആയി പോയി. അപ്പൊ b ടേം മാത്രമേ അവിടെ നിൽക്കുള്ളൂ. അപ്പൊ എന്താവും? b into -1 of -1 square എന്ന് പറഞ്ഞാൽ 1, 4 into -1 plus 6, that is -2 plus 1 equal to അല്ലെ മൈനസ് b. ഇവിടെ എന്താവും? 1 minus 4 plus 6, that is -1 equal to -b. 2 plus 1 3 അല്ലെ. അപ്പൊ എന്ത് കിട്ടി? ഇംപ്ലൈസ് b equal to 1 by 3 കിട്ടി. അപ്പൊ എന്ത് കിട്ടി? ഇപ്പോ എയും ബിയും കിട്ടി. ഇനി ബാക്കി ഏത് വാല്യൂ വരും പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഒരിക്കൽ ചെയ്തിട്ടുണ്ട്, ഇക്വേറ്റിംഗ് s3 അല്ലെ, എക്സ് ക്യൂബിനെയാണ് ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ എസ് ക്യൂബ് നമ്മുടെ ഒരു ടേമിൽ ഈ ഭാഗത്തേ ഇല്ല. അപ്പൊ എ ഭാഗത്തുനിന്ന് ഒരാളുണ്ട്, ബി ഭാഗത്തുനിന്ന് ഒരാളുണ്ട്, സി ഭാഗത്തുനിന്ന്. എ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് 1/6 ആണ്, ബി എന്ന് പറഞ്ഞാൽ 1/3 ആണ്, പ്ലസ് സി. അപ്പൊ എത്ര കിട്ടി? ഈക്വൽ ടു, ഞാൻ 3 എന്ന് മാറ്റി എഴുതി, 2/6 ആക്കി കൂടെ 1/3നെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 1/6 പ്ലസ് 2 അപ്പൊ എത്ര ആഡ് ചെയ്താൽ 3/6 പ്ലസ് സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 പ്ലസ് സി. സി ഈക്വൽ ടു -1/2 ആണ്. ഇനി ഇതേപോലെ നമുക്ക് ഇനി അടുത്ത ആരും ചെയ്യണം അല്ലെ, ഡി കിട്ടണം. അതിനു വേണ്ടി ഞാൻ ഇക്വേറ്റ് ചെയ്യാണ് ആരുമായിട്ട്? എസുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ ഇക്വേറ്റിംഗ് എസ്. അപ്പൊ എന്ത് കിട്ടും? എസിന്റെ ഇപ്പുറത്ത് 2s plus 1 ആണ്, അപ്പൊ 2 ഉണ്ട്, 2 ഈക്വൽ ടു. ഇനി ഇവിടെ എന്ത് വരും? ഒരു 4a ഉണ്ട്, പിന്നെ ഒരു 6a ഉണ്ട്, പിന്നെ 6b ആണ്, പിന്നെ d ആണ്. കാരണം എന്താ അല്ലെ, അടപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു 4a plus 6a വരും. അപ്പൊ 2 ഈക്വൽ ടു a, രണ്ട് ആഡ് ഇവിടെ 10a plus 6b plus d. അപ്പൊ എന്റെയും ബിന്റെയും വാല്യൂ നമുക്കറിയാം. എ എന്ന് പറഞ്ഞാൽ 1/6 ആണ്, ബി എന്ന് പറഞ്ഞാൽ 1/3 ആണ്, പ്ലസ് ഡി ആണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ എത്ര കിട്ടും അല്ലെ? 5/3 കിട്ടും, പ്ലസ് 6/3 പ്ലസ് ഡി അല്ലെ. 10നെ എങ്ങനെ മാറ്റിയതാ? 5 into 2. 6നെ എങ്ങനെ മാറ്റിയതാ? 3 into 2. അപ്പൊ രണ്ടും ക്യാൻസൽ ആയി 5/3. q ഈക്വൽ ടു തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ എന്താവും? 11/3 പ്ലസ് ഡി. d ഈക്വൽ ടു 2 minus 11/3 എന്ന് പറഞ്ഞാൽ 6 minus 11/3 ഈക്വൽ ടു -5/3. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് എയും കിട്ടി, ബിയും കിട്ടി, സിയും കിട്ടി. ഇനി നേരെ ഇക്വേഷനിലേക്ക് കൊടുത്താൽ പോരെ? അപ്പൊ നേരെ ഇക്വേഷനിലേക്ക്, ഏതാണ് ഇക്വേഷൻ? L of y equal to 2s plus 1 divided by s into s plus 1 s square plus 4s plus 6 എന്ന് പറഞ്ഞാൽ a by s അല്ലെ, b by s plus 1 plus cs plus d divided by എന്തായിരുന്നു അല്ലെ, s square plus 4s plus 6ലേക്ക് വന്നു. ഈക്വൽ ടു a എന്ന് പറഞ്ഞാൽ 1/6, അപ്പൊ 1/6 into 1/s ഞാൻ ഇങ്ങനെ എഴുതി, പ്ലസ് b എന്ന് പറഞ്ഞാൽ 1/3 into എന്താണ് 1/s plus 1. c എന്ന് പറഞ്ഞാൽ -1/2 ആണ്, d അല്ലെ, d എന്ന് പറഞ്ഞാൽ 5/3 divided by s square plus 4s plus 6 ആണ്. അപ്പൊ ഇവിടെ ഈ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിക്കുമ്പോൾ ഇത് കൂളായിട്ട് കിട്ടും. ഇവിടെ ഒന്നും കൂടി എന്ത് ചെയ്യണം? നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യാനുണ്ട്. അതിനു വേണ്ടി ഞാൻ ഡിനോമിനേറ്റർ ഒന്ന് എടുത്തു, s square plus 4s plus 6 ഈക്വൽ ടു, ഈ 6നെ ഞാനൊന്ന് കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് രൂപത്തിലേക്ക് മാറ്റാൻ പോവാം. 6നെ മാറ്റിയത് ഞാൻ 4 plus 2 ആക്കി. അപ്പൊ ഇത്രയും വരുന്ന നമുക്ക് അറിയാൻ പറ്റും s plus 2 whole square ആണ് ആര് പറയണത്? ഇത്രയും വരുന്ന ഭാഗം പ്ലസ് 2 നമുക്കറിയാം സ്ക്വയറിലേക്ക് വരുത്തണം. അപ്പൊ 2നെ നമുക്ക് എങ്ങനെ സ്ക്വയറിലേക്ക് മാറ്റാൻ പറ്റും നോക്കണം അല്ലെ. √2 whole square ആണ് 2. അപ്പൊ എന്ത് കിട്ടിയപ്പോ ഡിനോമിനേറ്റർ നമുക്ക് അല്ലെ, സാധാരണ ലാപ്ലേസ് ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷന്റെ വേണ്ട ആവശ്യങ്ങളൊക്കെ വന്നു. ഡിനോമിനേറ്റർ സ്ക്വയർ പ്ലസ് സ്ക്വയർ.
പക്ഷെ മുകൾ ഭാഗം അതേപോലെ മാറ്റാനുണ്ട് അല്ലെ. ഇവിടെ s+2 ആണ്. അപ്പൊ ഈ എസിന്റെ കൂടെ +2 എന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ മാറ്റം വരുത്തണം. അപ്പൊ ഇവിടെ ഞാൻ ഒരു +1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതേപോലെ ഇവിടെ ഒരു -1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് മാറ്റാൻ വരുത്താൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിന് മുകളിലത്തെ ഒന്ന് മാറ്റാൻ പോവാണ്. ഏതാണ്? അപ്പൊ -1/2s -5/3 ഈക്വൽ ടു, അപ്പൊ 1/2 s ഞാൻ ഇവിടെ -1 ഇട്ടു, ഇവിടെ ഞാൻ +1 ഇട്ടു. യാതൊരു മാറ്റവും ഇല്ല ഇക്വേഷൻ. ഇത് ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്തു. -2 ഡിവൈഡഡ് ബൈ 2 ഇനി മൈനസ് 5 പ്ലസ് എന്തായി 3 ഡിവൈഡഡ് ബൈ 3. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു മൈനസ് പുറത്തേക്ക് എടുത്തു. അപ്പൊ -s+2 ഡിവൈഡഡ് ബൈ 2 മൈനസ് ഇതെന്താവും -2/3 ആയി. ഇതിനൊന്നും കൂടി ഇത് മാറ്റിയതാണെങ്കിൽ -1/2 ഇൻറ്റു s+2 -2/3 ആയി. അപ്പോൾ ഇതിനെ ഞാൻ മാറ്റിയത് കാരണം എന്താ, നമുക്ക് ഈ s+2 എന്ന രീതിയിലേക്ക് വരണം. കാരണം താഴെ s+2 ഹോൾ സ്ക്വയർ എന്ന ഫോമിലേക്ക് വന്നതുകൊണ്ട് നമ്മൾ ആ ഫോമിലേക്ക് എന്ത് ചെയ്യാണ്, അതിനെ വരുത്തുക. അപ്പൊ എന്ത് കിട്ടി ഇപ്പൊ നമുക്ക് ഇവിടെ -1/2s -5/3 ഡിനോമിനേറ്റർ എങ്ങനെയായിരുന്നു, s² പ്ലസ് 4s പ്ലസ് 6 ആണ്. ഇതിനെ എങ്ങനെ മാറ്റിയത്, -1/2 s+2 -2/3 ഡിവൈഡഡ് ബൈ, ഇപ്പൊ എങ്ങനെ ഇതിനെ മാറ്റിയിട്ട് s+2 ഹോൾ സ്ക്വയർ പ്ലസ് √2 ഹോൾ സ്ക്വയർ ആയി മാറി. ഇനി ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാ. അപ്പൊ ഈക്വൽ ടു, അപ്പൊ -1/2 പുറത്തേക്ക് എടുത്തു. അപ്പൊ s+2 ഡിവൈഡഡ് ബൈ s+2 ഹോൾ സ്ക്വയർ പ്ലസ് √2 ഹോൾ സ്ക്വയർ -2/3 1/s+2 ഹോൾ സ്ക്വയർ പ്ലസ് √2 ഹോൾ സ്ക്വയർ. ഇവിടെ റെഡിയായി. പക്ഷെ ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഇവിടെ വരണം അല്ലെ. ഇവിടെ s ഉണ്ടെങ്കിൽ s തന്നെ വരണം. പക്ഷെ ഇവിടെ s ഇല്ല, ഇവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആര് വരണം, റൂട്ട് മുകളിലോട്ട് വരണം. അപ്പൊ ഞാനിത് താഴെ മുകളിൽ റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ -1/2 s+2 ഹോൾ സ്ക്വയർ പ്ലസ് √2 ഹോൾ സ്ക്വയർ മൈനസ് താഴെ മുകളിലും ഞാൻ റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ 2 രൂപ സാധനം അപ്പൊ എന്താവും, s+2 ഹോൾ സ്ക്വയർ പ്ലസ് √2 ഹോൾ സ്ക്വയർ. 2/√2 എന്ന് പറഞ്ഞാൽ മുകളിൽ റൂട്ട് അല്ലെ. 2നെ അങ്ങനെ മാറ്റിയതാ √2 ഇൻറ്റു √2 ആണ്. പിന്നെ ആര് താഴെ ഉണ്ട്, റൂട്ട്. അപ്പൊ രണ്ടും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ആൻസർ ടി 1/s+2 ഡിവൈഡഡ് ബൈ s+2 ഹോൾ സ്ക്വയർ പ്ലസ് √2 ഹോൾ സ്ക്വയർ മൈനസ് √2/3 അല്ലെ, √2 ഡിവൈഡഡ് ബൈ s+2 ഹോൾ സ്ക്വയർ പ്ലസ് √2 ഹോൾ സ്ക്വയർ എന്ന രീതിയിലേക്ക് വന്നു. അപ്പോ നമ്മളെല്ലാം കണ്ടെത്തി, ലാപ്ലേസിലേക്ക് പറ്റാവുന്ന രീതിയിലേക്ക് എന്ത് ചെയ്തു, എഴുതി. അപ്പൊ നമുക്ക് എവിടെ എത്തിപ്പോ, L(y) എന്ന് പറഞ്ഞാൽ എന്താണ്, 2s+1 ഡിവൈഡഡ് ബൈ s ഇൻറ്റു s+1 പിന്നെ എന്തായിരുന്നു അല്ലെ, s² പ്ലസ് 4x പ്ലസ് 6നെ എങ്ങനെ മാറ്റിയത് ഇപ്പോ 1/6 ഇൻറ്റു 1/s പ്ലസ് 1/3 ഇൻറ്റു 1/s+1 പിന്നെ -1/2 ഇൻറ്റു s+2 ഇൻറ്റു അല്ലെ s+2 ഹോൾ സ്ക്വയർ പ്ലസ് √2 ഹോൾ സ്ക്വയർ മൈനസ് √2/3 ഇൻറ്റു അല്ലെ √2 ഓഫ് s+2 ഹോൾ സ്ക്വയർ പ്ലസ് √2 ഹോൾ സ്ക്വയർ. ഇനി എന്ത് ചെയ്യാം, ഇൻവേഴ്സ് അപ്ലൈ ചെയ്യാം. y ഈക്വൽ ടു L ഇൻവേഴ്സ് അല്ലെ ഓഫ് എന്താ പറയും 2s+1 ഡിവൈഡഡ് ബൈ s ഇൻറ്റു s+1 s² പ്ലസ് 4s പ്ലസ് 6 ഈക്വൽ ടു 1/6 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 1/3 ഇൻറ്റു ലീനിയർ ആണ്, ഇൻവേഴ്സും അതുകൊണ്ടാണ് പുറത്തേക്ക് എടുത്തത് 1/s+1 -1/2 L ഇൻവേഴ്സ് ഓഫ് s+2 ഡിവൈഡഡ് ബൈ s+2 ഹോൾ സ്ക്വയർ പ്ലസ് √2 ഹോൾ സ്ക്വയർ കഴിഞ്ഞിട്ടില്ല മൈനസ് √2/3 L ഇൻവേഴ്സ് ഓഫ് √2 ഡിവൈഡഡ് ബൈ s+2 ഹോൾ സ്ക്വയർ പ്ലസ് √2 ഹോൾ സ്ക്വയർ. നമുക്ക് റിസൾട്ടുകൾ അറിയാം അല്ലെ. L ഇൻവേഴ്സ് ഓഫ് s മൈനസ് എ ബൈ s മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണെങ്കിൽ എന്തായിരുന്നു e⁻at cos bt ആണ് അല്ലെ. അതേ രീതിയിലേക്കാണ് ആര് വന്നത്, ഈ ഭാഗം വന്നത്. ഇനി അതേപോലെ L ഇൻവേഴ്സ് ഓഫ് അല്ലെ b ഡിവൈഡഡ് ബൈ
എസ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണെങ്കിൽ ഇ റൈസ് ടു എ ടി അല്ലെ സൈൻ ആണ്, സൈൻ ബി ടി ആണ്. അതാണ് ഈ ഭാഗം വന്നത്. പിന്നെ ഏതാണ് അല്ലെ 1 എൽ ഇൻവേഴ്സ് 1/1 ആണ്. ഇതെന്താ ഇ റൈസ് ടു മൈനസ് ടി. അതൊക്കെ നമുക്ക് അറിയാം. ഇവിടെ നമുക്ക് ഡൗട്ട് വരുള്ളൂ. അതാണ് അതിന്റെ റിസൾട്ട്. അപ്പൊ ഈക്വൽ ടു എങ്ങനെ റിസൾട്ട് അല്ലെ 1/, 1/3 അല്ലെ, തൊട്ട് മുമ്പ് എന്തായിരുന്നു 1/6 ഇൻറ്റു അല്ലെ 1/6 ഇൻറ്റു 1, പിന്നെന്താ പ്ലസ് 1/3 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി പ്ലസ് മൈനസ് 1/2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി അല്ലെ, എന്റെ സ്ഥാനത്ത് ഇവിടെ ആരാണ് -2 ആണ്, ഇൻറ്റു കോസ് 2 ഇൻറ്റു ടി മൈനസ് √2/3. ഇതാണ് എന്താണ് വരുന്നത്, ഇതിങ്ങനെ ഒന്ന് വരച്ചിട്ടു ഇൻറ്റു എന്താണ് അല്ലെ ഇ റൈസ് ടു മൈനസ് ടി ആരാണ് സൈൻ √2t ആണ്. അപ്പൊ ഒന്നും കൂടി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 1/6 പ്ലസ് അല്ലെ ഇ റൈസ് ടു മൈനസ് ടി ബൈ 3 മൈനസ് ഇ റൈസ് ടു മൈനസ് 2t/2 cos √2t മൈനസ് √2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ബൈ 3 സൈൻ √2t ആണ് ഇതിന്റെ അല്ലെ ലാപ്ലേസ് ട്രാൻസ്ഫോം വരുന്നത്. അപ്പോൾ ഇത് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ഇതിനാണ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ കുറച്ച് സമയം പോയത്. അതൊന്ന് ഓർത്ത് വെക്കുക, എങ്ങനെയാണ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതെന്ന് ഒന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 21st ക്വസ്റ്റ്യൻ. എന്താണ് 21st ക്വസ്റ്റ്യൻ? Find the Fourier series of f of x equal to 0 minus pi less than x less than 0, x square 0 less than x less than on the interval minus pi to pi. ഇവിടെ ലെങ്ത് നോക്കണം അല്ലെ, എന്താണ് പൈ മൈനസ് മൈനസ് പൈ ഈക്വൽ ടു പൈ പ്ലസ് പൈ ഈക്വൽ ടു 2π. അപ്പൊ ഫുൾ ലെങ്തിലാണ് വരുന്നത്, ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ അല്ല, ഫുൾ റേഞ്ചിലാണ് അത് വരുന്നത്. അപ്പൊ ഫുൾ റേഞ്ച് എക്സ്പാൻഷൻ നമുക്ക് ഇക്വേഷൻ അറിയാം. ഫോറിയർ സീരീസിന്റെ എന്ത് ചെയ്ത്, ഫോറിയർ സീരീസ് ഓഫ് എ ഫംഗ്ഷൻ ഓഫ് ദി ഇന്റർവെൽ മൈനസ് പി ടു പി ഈസ് f of x equal to a0/2 plus summation n equal to 1 to infinity n cos n pi by p x bn sin n pi by p x. ഇവിടെ p ന്റെ വാല്യൂ എന്താണ്, പൈ ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. p equal to ഇവിടെ എന്താണ് പൈ ആണ്. അങ്ങനെയാണെങ്കിൽ a0ന്റെ വാല്യൂ എന്താവും, വേർ a0 equal to 1/p integral minus p to p f of x dx. അങ്ങനെയാണെങ്കിൽ a-ന്റെ വാല്യൂ 1/p into integral minus p to p f of x cos n pi by p x dx ആണ്. അതേപോലെ എന്ത് പറയാം, bn ആണെങ്കിൽ 1/p integral minus p to p f of x sin n pi by p x dx ആണ്. ഇതിൽ ആദ്യം നമ്മൾ ഏത് കണ്ടുപിടിക്കാൻ പോകുന്നത്, a0 കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ a0 equal to നമുക്ക് എങ്ങനെ എഴുതാം, 1/p into integral minus p to p f of x dx. ഇവിടെ p ന്റെ വാല്യൂ പൈ ആണെന്ന് പറഞ്ഞു, മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. നമുക്കറിയാം ഇന്റഗ്രേഷന്റെ വാല്യൂ സ്പ്ലിറ്റേഷൻ വരുന്നുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലെ, മൈനസ് പൈ ടു 0, 0 ടു പൈ. അപ്പൊ അതേപോലെ മാറ്റി എഴുതാം, ഇന്റഗ്രൽ മൈനസ് പൈ ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 0 ടു പൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പൊ ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈന്റെ ഇന്റഗ്രേഷൻ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്, അത് 0 ആണ് ഡി എക്സ് പ്ലസ് 0 ടു പൈ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ് എക്സ് സ്ക്വയർ. അപ്പൊ ഇത് മൊത്തം 0 ആണ്. അപ്പൊ 1/π ഇൻറ്റു ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും, ഈ x³ ആയി 0 ടു പൈ. ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താവും π³/3. ലോവർ ലിമിറ്റ് 0 ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല, പൈ വിട്ട് എന്തായി π²/3 ആണ് ആര് വന്നത്, a0ന്റെ വാല്യൂ വന്നത്. ഇനി അടുത്തെന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, an ആണ്. an എന്ന് പറഞ്ഞാൽ എന്താണ് 1/p ഇന്റഗ്രൽ മൈനസ് p ടു p f of x into cos n pi by p x dx. ഇവിടെ p ന്റെ വാല്യൂ പൈ ആണ് കൊടുത്തു, മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് കോസ് n pi by pi x dx. അപ്പൊ എന്ത് സംഭവിക്കും അല്ലെ, ആ പൈയും ഒന്ന് ക്യാൻസൽ ആവും. അപ്പൊ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് ആയി മാറി. ഇനി എന്ത് ചെയ്യാ, നമുക്കറിയാം ലിമിറ്റ് ഇവിടെ സ്പ്ലിറ്റേഷൻ വരുന്നുണ്ട്. അപ്പൊ ലിമിറ്റ് എന്ത് ചെയ്യാ, സ്പ്ലിറ്റ് ചെയ്യാം. എന്താവും ഇന്റഗ്രൽ മൈനസ് പൈ ടു 0 എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ്
പ്ലസ് ഇന്റഗ്രൽ 0 to pi f of x cos nx dx. അപ്പോൾ f of x ന്റെ വാല്യൂ ഇവിടെ 0 ആണ്. 1 by pi into minus pi to 0 into cos nx dx. ഇവിടെ f of x ന്റെ വാല്യൂ എന്താണ്? x സ്ക്വയർ ആണ്. cos nx dx. അപ്പൊ ഇതിന്റെ വാല്യൂ ഇന്റഗ്രേറ്റ് ചെയ്യണ്ട, ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ അല്ല, നേരെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ മതി ഇന്റഗ്രേഷൻ. 1 by pi into എന്താണ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രേഷൻ എന്താ പറയുമ്പോൾ സൈൻ ആണ്. സൈൻ nx by n, ഇവിടെ ലിമിറ്റ് 0 to pi മൈനസ് ഇന്റഗ്രൽ 0 to pi ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 2x, വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ nx by n dx. ഓക്കെ, ഇനി വീണ്ടും എന്ത് ചെയ്യാം? ഈ ഭാഗത്തൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? ഈക്വൽ ടു 1 by pi x സ്ക്വയർ സൈൻ nx by n 0 to pi, ആ ലിമിറ്റ് കഴിഞ്ഞു, മൈനസ് അവിടെ 2 by n ഔട്ട്സൈഡ് എടുത്തു, വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ മൈനസ് എക്സ് പ്ലസ് സൈനിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസ് n, വെറും കോസ് അല്ല മൈനസ് ആണ്, ഡിവൈഡഡ് ബൈ 0 to pi മൈനസ് ഇന്റഗ്രൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x 1 ആണ്, 1 into സൈൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസ് nx മൈനസ് കോണ് dx, ഇവിടെ 0 to pi ഈക്വൽ ടു 1 by pi. അവസാനം നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. എക്സ് സ്ക്വയർ സൈൻ nx by n 0 to pi മൈനസ് 2 by n, ഇവിടെ മൈനസ് എക്സ് ഇൻറ്റു കോസ് nx by n 0 to pi. വീണ്ടും എന്ത് ചെയ്യുക? ഇതിന് അപ്പൊ മൈനസ് മൈനസ് ഇവിടെ പ്ലസ് ആയേ, കോസിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ nx by n 0 to pi. ഇനി എന്ത് ചെയ്യുക? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാം. അപ്പൊ അപ്പർ ലിമിറ്റ് ആയ പൈ ആണ് അപ്ലൈ ചെയ്തു, പൈ സ്ക്വയർ സൈൻ n pi by n മൈനസ് 0 into സൈൻ 0 മൈനസ് 2 by n, ഇവിടെ മൈനസ് പൈ into കോസ് n pi മൈനസ് 0 into കോസ് 0 അല്ലെ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ബൈ n പ്ലസ് 1 by n into സൈൻ n pi മൈനസ് സൈൻ 0 ഡിവൈഡഡ് ബൈ n. നമുക്കറിയാം സൈൻ n pi ആൾവേസ് 0 ആണ്, സൈൻ 0 0 ആണ്, കോസ് n pi എന്താണ്? മൈനസ് 1 റൈസ് ടു n ആണ്, കോസ് 0 1 കൂടിയാണ്. അപ്പൊ ഇവിടെ സൈൻ n pi ഈ വാല്യൂ എന്തായി? 0 ആയി. ഇതും എന്തായി? മൊത്തം 0 ആയി. കോസ് 0 ഇവിടെ 0 ആയതുകൊണ്ട് ഇത് മൊത്തം എന്തായി? 0 ആയി. സൈൻ n pi 0 ആണ്, സൈൻ 0 0. അപ്പൊ ഇവിടെ ആകെ നിൽക്കുന്നുള്ളൂ, ഇവിടെ മാത്രമേ വാല്യൂ നിൽക്കുന്നുള്ളൂ. അപ്പൊ 1 by pi അല്ലെ, ഇവിടെ മൈനസും മൈനസും പ്ലസ് ഇൻറ്റു 2 pi കോസ് n pi, ഡിനോമിനേറ്ററിൽ എന്തുണ്ട്? എന്നും എന്നും n സ്ക്വയർ, ഈ പൈയും പൈയും വെട്ടിപ്പോയി. അപ്പൊ എന്ത് വരും? 2 by n സ്ക്വയർ കോസ് n pi ഈക്വൽ ടു കോസ് പൈ n pi ന്റെ വാല്യൂ നമുക്ക് അറിയാം, എന്താണ് എഴുതിയിരുന്നത് അല്ലെ, മൈനസ് 1 റൈസ് ടു n. ഇതാണ് ആര് വന്നത്? നമ്മുടെ a റൈസ് ടു n. ഇനി അടുത്ത് നമ്മൾ കാണാൻ പറഞ്ഞത് എന്താണ്? b റൈസ് ടു n. b റൈസ് ടു എന്ന് പറഞ്ഞാൽ 1 by p ഇന്റഗ്രൽ മൈനസ് p to p f of x എന്താണ്? സൈൻ n pi by p x dx. p ന്റെ വാല്യൂ പൈ ആണ്, ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ f of x സൈൻ n pi by pi x dx. 1 by pi ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ f of x സൈൻ nx dx ആണ്. ഇനി എന്ത് ചെയ്യുക? ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യുക. 1 by pi ഇന്റഗ്രൽ 0 അല്ലെ മൈനസ് പൈ ടു 0 f of x സൈൻ nx dx പ്ലസ് 0 to pi f of x സൈൻ nx dx. ഇതാണ് നമ്മൾക്ക് സ്പ്ലിറ്റേഷൻ. അപ്പൊ ഇത് മൈനസ് പൈ ടു 0 f of x ന്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പൊ ഇന്റഗ്രൽ മൈനസ് പൈ ടു 0 into സൈൻ nx dx പ്ലസ് 0 to pi, ഇവിടെ എന്താ വാല്യൂ? എക്സ് സ്ക്വയർ ആണ്, സൈൻ nx dx. അപ്പൊ ഇത് മാത്രം ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യുക? പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ചെയ്യാം. അപ്പൊ എന്താ?
അല്ലെ എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ 0 to pi മൈനസ് ഇതിനെ എക്സ് സ്ക്വയറിന് ഡിഫറൻഷിയേറ്റ് 2x ആയി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ ഐ ഡി എക്സ് 0 to pi. അപ്പോൾ 2/n ഔട്ട് സൈഡ് എടുക്കാം. അപ്പൊ എങ്ങനെ വരും? ഈക്വൽ ടു 1/π. ഇവിടെ എന്തായത് അല്ലെ മൈനസ് 1/n പുറത്തേക്ക് എടുത്തു. ബാക്കി എക്സ് സ്ക്വയർ എന്തായി കോസ് എൻ എക്സ് 0 to pi പ്ലസ് മൈനസും ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പൊ എന്തായി അല്ലെ ഈ മൈനസ് പ്ലസ് ആയി. ഇപ്പൊ 2/n ആയി മാറി. പിന്നെ എന്ത് ചെയ്ത് അവിടെ അല്ലെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ കോസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും സൈൻ ആയി മാറും. അപ്പൊ എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എൻ 0 to pi മൈനസ് ഇനി അവിടെ എന്ത് ചെയ്യാം അല്ലെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എൻ ഡി എക്സ് ഈക്വൽ ടു 1/π എന്തായി മൈനസ് 1/n എക്സ് സ്ക്വയർ കോസ് എൻ എക്സ് 0 to pi 2/n ഇവിടെ എന്തായി എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എൻ 0 to pi. ഈ ഇതിന് എല്ലാത്തിനും ഭാഗമല്ല ആ 2/n ആണ്. ഇനി 1/n കോസിൻ സൈൻ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും കോസ് ആവും. അപ്പൊ മൈനസ് ആണ്. അപ്പൊ എൻ സ്ക്വയർ കോസ് എൻ എക്സ് 0 to pi. ഈ n ഇവിടെ വീണ്ടും വരും. അപ്പൊ എൻ സ്ക്വയർ ആവും മൈനസ് പ്ലസ് ആയി മാറും. ഇനി എന്ത് ചെയ്യുക അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാം. അപ്പൊ 1/n പൈ സ്ക്വയർ cos n pi minus of 0 square into cos 0 plus 2/n pi into sin n pi minus 0 into sin n pi by n plus 1/n square into cos n pi minus cos 0. നമുക്കറിയാം എന്താണ് sin n pi always 0, cos n pi minus 1 ആണ്, cos 0 1 ആണ്. നേരത്തെ നമ്മൾ എഴുതി വെച്ചിരുന്നു. വേണമെങ്കിൽ ഒന്നുകൂടെ എഴുതാം. cos 0 1 sin n pi 0 ഇനി cos n pi എന്താണ് മൈനസ് 1 raised to n ഇനി sin 0 0. അപ്പൊ എന്തായി മൈനസ് 1 1 ഇവിടെ എന്തായി പൈ സ്ക്വയർ cos n pi ഈ ടൈം മൊത്തം 0 ആയി മാറി പ്ലസ് 1 2/n sin 0 n pi 0 ആണ്. ബാക്കി എന്തേ ഉള്ളൂ ഇൻറ്റു 1/n സ്ക്വയർ ഇൻറ്റു cos n pi മൈനസ് 1 എന്ന രീതിയിലേക്ക് വന്നു. അപ്പോൾ ഈക്വൽ ടു 1/π മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും അല്ലെ മൈനസ് പൈ സ്ക്വയർ cos n pi ഡിവൈഡഡ് ബൈ n പ്ലസ് 2 ഇൻറ്റു 1 ഇവിടെ n ഇവിടെ n സ്ക്വയർ ഇൻറ്റു 1/π ഇൻറ്റു cos n pi മൈനസ് അല്ലെ 1 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആരൊക്കെ വേണം 2/, അല്ലെ ഇവിടൊക്കെ പാടെ മൾട്ടിപ്ലൈ ചെയ്ത് ഈ ടേം തന്നെ ഇങ്ങോട്ടും വരുന്നത്. അപ്പൊ n ക്യൂബ് ഞാൻ ഒരുമിച്ച് ചെയ്താൽ n ക്യൂബ് പൈ ആക്കി. ഇനി എന്ത് ചെയ്യാ ഈക്വൽ ടു എന്ത് വരും അല്ലെ ഒരു പൈയും ഇവിടുത്തെ ഒരു പൈയും ക്യാൻസൽ ആയി മൈനസ് പൈ ബൈ n കോസ് n പൈ ഇനി 2/π ഇൻറ്റു n ക്യൂബ് cos n pi minus 2/n pi into n cube. നമുക്കറിയാം cos n pi ന്റെ വാല്യൂ നമുക്കറിയാം മൈനസ് 1 raised to n പ്ലസ് 2 ഇൻറ്റു പൈ ഇൻറ്റു n ക്യൂബ് വീണ്ടും മൈനസ് 1 raised to n 2/π ഇൻറ്റു n ക്യൂബ്. ഇതാണ് ആര് വരുന്നത് ബn. ഇനി നേരെ നമുക്ക് f of x ലേക്ക് ഇട്ട് കൊടുക്കാം. അഥവാ ഫോറിയർ സീരീസ്. എന്താണ് ഫോറിയർ സീരീസ് a0/2 summation n equal to 1 to infinity എന്താണ് an cos n pi by px plus bn sin n pi by px. ഇപ്പൊ a0ന്റെ വാല്യൂ നമുക്കറിയാം എന്താണ് പൈ സ്ക്വയർ ബൈ അല്ലെ പൈ സ്ക്വയർ ബൈ 3 ആണ്. ആ 2 ഇവിടെ 2 ആണ് പ്ലസ് സമ്മേഷൻ n equal to 1 to infinity an എന്ന് പറഞ്ഞാൽ 2/n square minus 1 raised to n cos എന്താണ് n pi p ന്റെ വാല്യൂ പൈ ആണ് ഇൻറ്റു എക്സ് പ്ലസ് bn എന്ന് പറഞ്ഞാൽ എന്താണ്
അല്ലെ, വലിയ നമ്പേഴ്സ് ആണ്. മൈനസ് അല്ലെ, തൊട്ട് മുകളിൽ ഇത് എഴുതി അത് എടുത്ത് പൈ മൈനസ് പൈ ബൈ എൻ മൈനസ് 1 റൈസ് ടു എൻ പ്ലസ് 2 ബൈ പൈ എൻ ക്യൂബ് മൈനസ് 1 റൈസ് ടു എൻ മൈനസ് 2 ബൈ പൈ എൻ ക്യൂബ് ഇൻറ്റു സൈൻ എൻ പൈ ബൈ ടിന്റെ വാല്യൂ പൈ എക്സ്. അപ്പോ ഇവിടെ പൈ പൈ ക്യാൻസൽ ആയി, ഇവിടെ 2 into 3 ആണ് 6 ഈക്വൽ ടു എന്തായി, പൈ സ്ക്വയർ ബൈ 6 പ്ലസ് summation n equal to 1 to infinity 2 by n square minus 1 raised to n cos nx plus minus pi by n minus 1 raised to n plus 2 by n cube pi plus ഇവിടെ ഒരു n cube pi minus 1 raised to n ഉണ്ട് minus എന്തുണ്ട് മൈനസ് 2 ബൈ പൈ എൻ ക്യൂബ് ബ്രാക്കറ്റ് ക്ലോസ് കോസ്, ഇവിടെ കോസ് എഴുതി കഴിഞ്ഞ പിന്നെ അടുത്ത ആരെ വരിക, സൈൻ എൻ എക്സ്. ഇതാണ് നമ്മുടെ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ആയിട്ട് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. എ നോട്ട് ബി എൻ ബി എൻ ആയി കണ്ടെത്തി കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതോടുകൂടി നമ്മളെ ഏപ്രിൽ 2024 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഫുള്ള് എന്തായത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏത് സെക്ഷൻ എയും സെക്ഷൻ ബിയും സെക്ഷൻ സിയും എന്ത് ചെയ്തു നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.